ആരാധന 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 ആരാധന. ആത്മാവിലായിരം മുറിവുണക്കീരം ആത്മീയ നിമിഷമി ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമി ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും ധ്യാനിക്കുമ്പോൾ ഇന്നേ ദിവസം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിലിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിലിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു കൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സുഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനി ആണല്ലോ. യേശു അവരോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താനം എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ധനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. പ്രിയമുള്ളവരെ, ലൂക്കാ സുവിശേഷകൻ്റെ ഒരു പ്രത്യേകതയാണ്
ഈശോ പറഞ്ഞ ഉപമയിലും മറ്റ് കഥകളിലും രണ്ട് വിപരീതമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്നത്. ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ലൂക്കാ സുവിശേഷൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒന്ന് ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന ജനസമിതിയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും ഒരു സൈഡിൽ പറയുക. മറ്റേ സൈഡിൽ എല്ലാവരും പാപി എന്ന് മുദ്രകുത്തപ്പെട്ടവർ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും. ധനവാന്റെയും ലാസറിൻ്റെ ഉപമയിൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ജ്യേഷ്ഠനെയും അനുജനെയും കാണുന്നത് പോലെ, പ്രീശനെയും ചുങ്കക്കാരനെയും കാണുന്ന പോലെ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളെയായിരിക്കും ലൂക്കാ സുവിശേഷകൻ എപ്പോഴും തൻ്റെ കഥകളിലും ഉപമകളിലും ഉപയോഗിക്കുക. അതേപോലെ ഒരു സംഭവമാണ് ഇവിടെയും നമ്മൾ കാണുക. ശിമിയോനെയും അതുപോലെ പാപിനിയായ ഈ സ്ത്രീയെയും അവതരിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോ പല വിരുന്നിനും പോയിട്ടുള്ളതായിട്ട് നമുക്കറിയാം. മർത്തായുടെയും മറിയത്തിൻ്റെ വീട്ടിൽ, സക്കേവൂസിൻ്റെ ഭവനത്തിൽ, അങ്ങനെ ഈശോ പല ഭവനങ്ങളിലും വിരുന്നിനായിട്ട് കടന്നു ചെന്നിട്ടുണ്ട്. അവിടെയെല്ലാം അവർ നടത്തുന്ന ഒരു ആത്മസമർപ്പണം നമുക്ക് കാണുവാൻ സാധിക്കും. സക്കേവൂസിൻ്റെ ജീവിതത്തിലാണെങ്കിലും മർത്തായുടെയും മറിയത്തിൻ്റെ ജീവിതത്തിലാണെങ്കിലും അവരൊരു സമ്പൂർണമായൊരു സമർപ്പണം അവിടെ നടത്തുന്നുണ്ട്. ഈ സമ്പൂർണമായൊരു സമർപ്പണം അവരുടെ ജീവിതത്തിൽ ദൃശ്യമായിരുന്നു. അത് അവരുടെ ആവശ്യമായിരുന്നു ഈശോയെ തങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുക, തങ്ങളുടെ ഭവനത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. ഇവിടെ ശിമയോൻ്റെ മനോഭാവം തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. സമൂഹം ഒരു വ്യക്തിയെ പ്രവാചകൻ എന്ന് അംഗീകരിച്ചിരിക്കുന്നു. ആ വ്യക്തിയെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് തൻ്റെ പേരിന് കുറച്ചുകൂടി പ്രസക്തി കിട്ടുന്നതിന് കാരണമായിത്തീരും. ആ ഒരു ചിന്താഗതി ശിമിയോൻ്റെ പെരുമാറ്റത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് യഹൂദ ആചാരപ്രകാരം എങ്ങനെയാണോ ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടത്, അതെല്ലാം മറന്നു പോകുന്ന ശിമിയോനെയാണ് നമ്മളിവിടെ കാണുക. യഹൂദ ആചാരപ്രകാരം ഒരു അതിഥി തൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവനെ ചുംബിച്ചാണ് സ്വീകരിക്കുന്നത്. അവൻ്റെ കാലുകൾ കഴുകുവാനുള്ള വെള്ളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അതൊന്നും ശിമിയോൻ നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. കാരണം അവൻ്റെ ഒരു സമർപ്പണത്തിന് വേണ്ടി ആയിരുന്നില്ല ഈശോയെ അവൻ്റെ ഭവനത്തിലേക്ക് അവൻ ക്ഷണിച്ചത്. മറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊന്ന് ആളാകണം, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവിനെ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു എന്ന ഒരു അഭിമാനം, അതുമാത്രമാണ് അവനുണ്ടായിരുന്നത്. എന്നാൽ പാപിനിയായിരുന്ന ഈ സ്ത്രീയുടെ മനോഭാവം തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ഫരിസേയ പ്രമുഖൻ്റെ വീട്ടിൽ ഈശോ വിരുന്നിൽ ഇരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അവൾ ആ ഭവനത്തിലേക്ക് ഓടുകയാണ്. ഈശോയെ ഒരു മാത്ര കാണണം, ഈശോയുടെ സന്നിധിയിൽ ഒരു നിമിഷമായിരിക്കണം ഈശോയെ എന്നറിയണം. ആ ഒരു ആഗ്രഹത്തോടെ ആ പാപിനിയായ സ്ത്രീ ഈ ശിമിയോൻ്റെ ഭവനത്തിലേക്ക് ഓടി വരികയാണ്. ഈശോയുടെ ഭവനത്തിലെത്തിയ ആ നിമിഷം തന്നെ അവൾ കുറച്ച് അകലെ മാറി നിന്ന് ഈശോയെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം അവൻ്റെ പാദങ്ങളിൽ അവളുടെ കണ്ണുനീര് വീഴ്ത്തുകയും അത് തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. സുഗന്ധ തൈലം കൊണ്ട് ആ പാദങ്ങൾ അവൾ പൂശി. തന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ കർത്താവിനെ പ്രീതിപ്പെടുത്തുവാൻ അവൾ പരിശ്രമിക്കുകയാണ്. കാരണം അവൾക്കറിയാം താനൊരു പാപിനിയായ സ്ത്രീയാണ്. തൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് പൂർണ്ണമായി ഏറ്റെടുത്ത് പുതിയൊരു ജീവിതം തനിക്ക് നൽകണം. ആ ഒരു ആഗ്രഹത്തോടെയാണ് പാപിനിയായ സ്ത്രീ യേശുവിനെ സമീപിക്കുന്നത്. അതേസമയം ശിമയോൻ ഇപ്രകാരമാണ് അവളെ വീക്ഷിക്കുന്നത്. അവളുടെ പാപത്തെയാണ് കൂടുതലായിട്ട് ശിമയോൻ കണ്ടത്. അവളൊരു പാപിനിയായ സ്ത്രീയാണ്. ഏത് തരത്തിലുള്ളവളാണെന്ന് ഇവനൊരു പ്രവാചകനാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നേനെ എന്നാണ് അവൻ മനസ്സിൽ ചിന്തിക്കുന്നത്. ആ സ്ത്രീ എന്താണ് ചെയ്യുന്നത് എന്ന് അവൻ നോക്കുന്നത്, മറിച്ച് ആ സ്ത്രീയുടെ പാപങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന ശിമയോൻ. എന്നാൽ യേശുനാഥൻ അവളുടെ പാപങ്ങളിലേക്കല്ല, മറിച്ച് എന്താണ് ശ്രദ്ധിച്ചത്? അവളുടെ ഹൃദയത്തിലേക്കാണ്. ഇപ്പോൾ അവളുടെ ഹൃദയത്തിൽ എന്താണുള്ളത്? അവൾ കടന്നു പോകുന്ന ആ മാനസിക അവസ്ഥ എന്താണ്? പശ്ചാത്താപത്തിൻ്റേതായ അവളുടെ കണ്ണുനീരിൻ്റെ വിലയാണ് അവിടെ കർത്താവ് കണ്ടത്.
ഇതുവരെ അവൾ പാപിനിയായ ഒരു സ്ത്രീ ആയിരിക്കും, പക്ഷേ ഈ നിമിഷം മുതൽ അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുവാൻ തയ്യാറായത്. പൂർണ്ണമായൊരു മാനസാന്തരം, ഒരു പശ്ചാത്താപം അവളുടെ മനസ്സിലുണ്ട് എന്ന് യേശു തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, അതിനുശേഷം ശിമിയോനോട് പറയുന്നുണ്ട്, നീ എന്താണോ എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് അതാണ് ഇവൾ ചെയ്തതെന്ന്. കൂടുതലായിട്ട് സ്നേഹിക്കുന്നവർക്ക് കൂടുതലായി ക്ഷമിക്കപ്പെടുന്നു. ഇവിടെ കർത്താവിനെ സ്നേഹിച്ച ആ പാപിനിയായ സ്ത്രീക്ക് കർത്താവ് വലിയ രക്ഷയാണ് വാഗ്ദാനം ചെയ്തത്. പ്രിയമുള്ളവരെ, കർത്താവിനെ സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായ ഒരുക്കത്തോടു കൂടെ നമ്മൾ സ്വീകരിക്കണം. കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യം നമ്മൾ കർത്താവിന് കൊടുക്കണം. ഇവിടെ ശിമിയോൻ തൻ്റെ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചു, പക്ഷേ യേശുവിന് ഒരു സാധാരണക്കാരന് കൊടുക്കേണ്ട മര്യാദ പോലും യേശുവിൻ്റെ കാലത്തിൽ ഈ ശിമിയോൻ കാണിച്ചില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ കടന്നു വരാറുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് യാതൊരു മുടക്കവും വരുത്തില്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗമാണ്. എനിക്ക് കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ പോകാറുണ്ട്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്, ആരാധനകളിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാ വിധത്തിലും നമ്മൾ നിറഞ്ഞു നിൽക്കുന്നവരായിട്ട് മാറണം. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ഭക്തിയോടുകൂടെ നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കും. പക്ഷേ നമ്മുടെ ഹൃദയം എത്രമാത്രം നമ്മൾ ഒരുക്കാറുണ്ട്? ഒരുപക്ഷേ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും മറ്റുള്ളവർ ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മളെ ശ്രദ്ധിക്കുന്ന ദൈവത്തിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. ഞാൻ ദിവസവും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എത്രമാത്രം ഒരുക്കത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുന്നത്? ശിമിയോൻ്റെ ജീവിതത്തിൽ യേശുവിനെ അവൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ വേണ്ടത്ര ഒരുക്കം അവൻ നടത്തുന്നില്ല, യേശുവിലേക്ക് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അവസ്ഥയും ആ ശിമിയോനെ പോലെയാണ്. വിശുദ്ധ കുർബാനയിലൂടെ എല്ലാ ദിവസവും ഈശോ നമ്മളെ സമീപിക്കുമ്പോൾ വേണ്ടത്ര ഒരുക്കത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? പ്രിയമുള്ളവരെ, അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ തന്നെ ശിമയോനുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഞാൻ കർത്താവിനെ സ്വീകരിക്കാൻ കടന്നു വന്നതാണെങ്കിൽ കർത്താവ് എൻ്റെ ഒരുക്കത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ് എൻ്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം എന്താണെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. ആ ഹൃദയത്തിൽ അവന് കൊടുക്കാനുള്ള സ്ഥാനം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ? യേശുനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് സമ്പൂർണ്ണമായൊരു ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു ഇടമാണോ എൻ്റെ ഹൃദയം? അതോ മറ്റുള്ളവരുള്ള വെറുപ്പും വിദ്വേഷവും അതാണോ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ശേഖരിച്ചിരിക്കുന്നത്? എൻ്റെ ഹൃദയം നിറയെ മറ്റുള്ളവരുള്ള വെറുപ്പാണോ, വിദ്വേഷമാണോ? പ്രിയമുള്ളവരെ, നമ്മോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. അതേസമയം പൂർണ്ണമായ ഒരുക്കത്തോടും പശ്ചാത്താപത്തോടുമാണ് നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നതെങ്കിൽ ആ സ്ത്രീയോട് പറഞ്ഞ കാര്യം മാത്രമാണ് കർത്താവിന് നമ്മോടും പറയാനുണ്ടാകും. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. പ്രിയമുള്ളവരെ, നമ്മൾ പൂർണ്ണമായ ഒരുക്കത്തോടെയാണ്, പൂർണ്ണമായ അനുതാപത്തോടെയാണ്, മാനസാന്തരത്തോടെയാണ് നമ്മൾ കർത്താവിനെ സ്വീകരിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മുടെ മുഖത്ത് നോക്കി പറയും, മകനെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. നിൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോവുക. പ്രിയമുള്ളവരെ, അവിടെ തന്നെ നമുക്ക് കർത്താവിൻ്റെ വലിയ കാരുണ്യം അനുഭവിക്കുവാൻ സാധിക്കും. ആ പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച സന്തോഷം എത്ര വലുതായിരിക്കാം. അതുപോലെ സമൂഹം അവളെ കണ്ടത് വെറുമൊരു പാപിനി എന്നാണ്. അവളൊരു വേശ്യയായ സ്ത്രീ ആയിരിക്കാം, പലതരത്തിലുള്ള പാപത്തിലൂടെ കടന്നുപോയതായിരിക്കാം. ആ സമൂഹം മുഴുവൻ അവളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായ അനുതാപത്തോടെ അവൾ സമീപിച്ചപ്പോൾ പ്രിയമുള്ളവരെ, അവൾക്ക് ലഭിച്ചത് രക്ഷയാണ്. അവൾക്ക് ലഭിച്ചത് വലിയ രക്ഷയാണ്. സ്വർഗത്തിലേക്കുള്ള ഒരു എൻട്രി ടിക്കറ്റാണ് അവൾക്ക് ലഭിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും
ഈ പാവനിയായ സ്ത്രീയെ പോലെ കർത്താവിലേക്ക് തിരികെ വരുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ നിൽക്കുവാൻ, നമ്മുടെ പാപങ്ങളെല്ലാം ആ കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയുവാൻ നമുക്ക് പരിശ്രമിക്കണം. അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപകൾ സ്വീകരിച്ചുകൊണ്ട് മടങ്ങുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവേ, ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, പാവനിയായ സ്ത്രീക്ക് അങ്ങ് പാപമോചനം നൽകിയതുപോലെ, അവളുടെ വിശ്വാസം കണ്ട് അവൾക്ക് പൂർണ്ണമായ രക്ഷ പ്രദാനം ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും നീ കടന്നു വരണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും അങ്ങയുടെ രക്ഷയിലേക്ക് ആനയിക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.